പൊക്കോളും 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 പൊക്കോളും. പോയി ബാ പറഞ്ഞേ, പോയി ബാ പറഞ്ഞേ. നിൽക്കുമോ നീ? പാപ്പ തിന്നില്ലേ? ഇവിടെ ചുത്ത് പാപ്പ തിന്നില്ലേ? ഇനി എന്താ? അവളും വന്നു. ഒത്തിരി പൊന്നെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊന്ന് പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ അതിനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇവരുടെ ഫുഡൊക്കെ കൊടുക്കാനായിട്ടൊന്ന് ഒളിച്ചിരിക്കാൻ പോവുകയാണേ. കണ്ടോ, മിക്കു കണ്ടെത്തുമെന്നറിയാം. അപ്പോൾ അതേ വരുന്നുണ്ട്. മിക്കുവിന് ഞാൻ ഓരോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വിളിക്കുക. രണ്ടാളെയും കൂടി ഒന്ന് കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചതാണ്. അപ്പോൾ മിക്കു വന്നാൽ ഒറ്റയ്ക്ക് വന്നത്, ആമി കൂടണ്ടെങ്കിൽ വല്ലാതെ കയറി പിടിക്കും. കാരണം ആമി അവൻ്റെ മേലേക്ക് ചാടും. മിക്കു ഒറ്റയ്ക്കാണെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. അവൻ വരുന്നുണ്ട്. അവൻ്റെ കാലാണ് ആ കാണുന്നത്. ആമിയും കൂടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ മിക്കു അവൻ്റെ ഇത് ചെയ്യും അവൻ. അയ്യോ, നിങ്ങൾ രണ്ടാളെ കാണായിരുന്നു. അയ്യോ വേണ്ട വേണ്ട, ചെല് 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 ചെല്. ഞാൻ പുറത്തേക്കൊന്ന് പോണപ്പോൾ മിക്കു ഇപ്പോൾ അവിടെ കിടന്നുറങ്ങുകയാണ്. ആമി ഇതാ സോഫയുടെ അടിയിലും കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരോടും മിണ്ടാതെയാണ് ഈ പോകുന്നത്. തിരിച്ച് വരുമ്പോൾ അവർ എനിക്കുള്ള പണി തരും അവർ. അപ്പോൾ ഞാൻ പോകുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല, മെല്ലെ ഇറങ്ങി പോവുകയാണ്. തിരിച്ച് ഞാൻ വടക്കുപുറത്ത് കൂടെയാണ് എപ്പോഴും വരുള്ളൂ. കാരണം മുന്നിലെ വാതിൽ ഞാൻ പൂട്ടിയിട്ടാണ് പോവുക പുറത്തുനിന്ന്. വരെ 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 വരെ. അയ്യോ അയ്യോ അയ്യോ, അമ്മി പോണേ, നടക്കേ നടക്കേ നടക്കേ. അയ്യോ അയ്യോ, ഇതൊക്കെ ഇവിടെ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോഫയിലെ കവറൊക്കെ കീറിയിട്ടിട്ടുണ്ടാവും. ഞാൻ പുറത്തേക്ക് വരും. അമ്മിയെ എന്താണ് അവിടെ? എന്നാൽ പോയി ചീച്ച ഒഴിച്ചിട്ട് വരും. ചീച്ച ഒഴിക്കാൻ പോയിട്ട് വരെ 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 നിൽക്കണ ചക്ക വീഴും. വീഴേ, എന്താ ആമി കാട്ടുന്നത്? ഈ കൊണ്ട് ഭയങ്കര സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്കും മിക്കുവിനും ഞാനൊരു ആപ്പിളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അത് കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ആരും ചേച്ചിയൊക്കെ പോയപ്പോൾ വല്ലാതെ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോയി വന്നോക്കുമ്പോഴേ ഒരു ആപ്പിളൊക്കെ കൊണ്ടുവന്നു. അത് കണ്ടപ്പോഴാണ് ഒന്ന് ആശ്വാസമായാണ്. അല്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പാടില്ലേ. തിരിച്ച് വരുന്നത് അവരുടെ മുന്നിലേക്കല്ലേ വരുന്നത്. അപ്പോൾ അതിനുള്ളതാവും ഇറുക്കി പിടിച്ച്. അവർ സന്തോഷം കൊണ്ടാണ്, അല്ലെങ്കിൽ പോകുമ്പോഴുള്ള വിഷമം കൊണ്ടാണ് ഒക്കെ കാട്ടണത്. എന്നാലും അപ്പോൾ ഞാൻ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തതാണ് ആപ്പിള്. ഭയങ്കര വികൃതിയായിരുന്നു, ഭയങ്കര വികൃതിയായിരുന്നു. ആമീനെ പിടിച്ചോ? അയ്യോ, അതാ ആവിക്കിട്ടടി. അയ്യോ, ഞാൻ ആദ്യം ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ ഒന്നും കൂടെ അവരുടെ കളി നിർത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ആദ്യം കട്ട് ചെയ്യണതും തൊലിയൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ കുരുക്കെ കളഞ്ഞിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഇഷ്ടമാണ് ആപ്പിളൊക്കെ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിക്കു ആ വികൃതി ഇതൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വെയിൽ തെറിച്ചിടുന്നു. അപ്പോൾ ആമി മുറ്റത്ത് കിടന്ന് ഉരുളാണ്. അവൻ പിന്നെ എന്താ വന്ന് വല്ല പൂച്ച വന്നോ നായ വന്നോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് മണം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും.
അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ മുറ്റൊക്കെ ഒന്ന് ഈ വെയിൽ കണ്ടപ്പോഴേ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. നിറയെ ഈ പാറൽ വന്നിട്ടേ ആകെ ഇതായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങളെ കഴിവിനനുസരിച്ചിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ മിക്കു ആമി അവിടെ കിടക്കുന്നുണ്ട്. അവൻ മെല്ലെ പോയി നോക്കുന്നുണ്ട്. അവളെ അങ്ങനെ മൈൻഡ് ചെയ്യൊന്നുമില്ല. അവളവിടെ കിടക്കുന്നുണ്ട്. അവനെ ഞാൻ പോയി വന്നപ്പോൾ അവർക്കൊരാശ്വാസമായി. ഇനി അവർക്ക് കുഴപ്പമില്ല. എവിടേക്കെങ്കിലും പോകാൻ പുറപ്പെട്ടാൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ആമി മിക്കുവിൻ്റെ പോലെ തന്നെ അവൾ നല്ല വികൃതിയാണ്. ചാടിയാണ് പിടിക്കുക അവൾ. തമാശയിൽ കൂടെയാണ് അവൾ ചെയ്യുള്ളൂ. അതവിടെ ഓടിക്കോ 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 മിക്കു ആമി ഓടിക്കോ. അതാ 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 ഓടിക്കോ. ആമി 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 ഇങ്ങോട്ട് വാ. ഓടിക്കോ. മിക്കുനെ വിളിക്കുക മിക്കുനെ വിളിക്കുക. എവിടെ മിക്കു എവിടെ മിക്കു. അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇവിടെ വാ. അപ്പോൾ കുട്ടികളുടെ കൂടെയുള്ള ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും എല്ലാവർക്കും നന്ദി.